blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലൂടെ വിവിധ രീതിയിൽ ഇന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ, വചന ശുശ്രൂഷ, ഇതിലൂടെ എല്ലാം കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, കൊല്ലത്തു നിന്നുള്ള ജോനാഥാൻ എന്ന ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു മേജർ സർജറിക്ക് ശേഷം കർത്താവ് ആ കുഞ്ഞായിരിക്കുന്നല്ലോ, സക്സസ്ഫുള്ളായി ആ സർജറി നടക്കുവാൻ കർത്താവ് സഹായിച്ചതിനാൽ നന്ദി പറയുന്നു. പൂർണ്ണ സൗഖ്യം ആ കുഞ്ഞിന് ലഭിക്കുവാനും ഇനിയൊരു സർജറി ഇല്ലാത്ത രീതിയിലുള്ള സൗഖ്യം ആ കുഞ്ഞിൻ്റെ മേൽ വരുവാനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തനിക്ക് ഒരു നല്ല പ്രമോഷൻ നൽകണമേ. ആ കുഞ്ഞിൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നൽകിയ രോഗസൗഖ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഗ്രാൻഡ് ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരിയായ ചുവടുകൾ ജീവിതത്തിൽ എടുക്കുവാൻ കർത്താവെ പ്രത്യേക രീതിയിൽ അങ്ങ് തന്നെ ഗൈഡ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രാൻഡ് മദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രോണിക് ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞിൻ്റെ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താനും യേശുവിനെ ആഴത്തിൽ അറിയുവാൻ, നിത്യജീവൻ്റെ അവകാശിയായി മാറുവാനും അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജോനാഥൻസ് ഫാമിലി ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. What will you do when troubles and sorrowful situations come? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? Philippians chapter 4 and verse number 6 says, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഇനി വന്നാലും 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിൽ പറയുന്നു, do not be anxious about anything, but in every situation by prayer and petition with thanksgiving present your requests to God. അതിൽ എഴുതിയിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുകയത്രേ വേണ്ടത്. This is a spiritual exercise. ഇത് ഒരു ആത്മീകമായ ഒരു എക്സസൈസ് ആണ്, ഒരു പരിശീലന കളരിയാണ്. We all should be trained enough to handle tough situations in life. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വൈഷമ്യമേറിയ അവസ്ഥകളെയും മുന്നിൽ ജീവിച്ചു പോകാനുള്ള പരിശീലനം നാം എല്ലാവരും സിദ്ധിക്കേണ്ടതാണ്. Are you listening to me? എത്ര പേര് എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? I have seen many people who say there is no God when they go through painful situations. ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ആളുകളും വേദനാജനകമായ അനുഭവങ്ങളിലൂടെ തങ്ങൾ കടന്നു പോകുമ്പോൾ അതിനിടയിൽ വെച്ച് പറയും, ദൈവം എന്ന് പറയുന്ന ഒരു പുള്ളി ഇല്ല.
They used to pray, they used to sing, they used to clap, they used to shout hallelujah. But when a painful situation comes, they say, there is no God. അവർ പാട്ടുപാടുന്നവരാണ്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരുമാണ്, പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുമാണ്. പക്ഷേ പ്രയാസമുള്ള അവസ്ഥകൾ വരുമ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുമ്പോൾ പറയും ദൈവമില്ല. This is because they have not trained themselves to handle troubles in life. എന്തുകൊണ്ട് മനുഷ്യർ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ദൈവികമായ പരിശീലനം അവർ സിദ്ധിക്കാത്തത് കൊണ്ടത്രേ. Jesus said there are troubles in this world. But behold, I have overcome the world. യേശു പറഞ്ഞ വാചകം ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. That means I am giving you the same spirit on you so that you can also become an overcomer. അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നെങ്കിൽ മക്കളെ, അതേ ആത്മാവിനെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്കും പ്രശ്നങ്ങളെ നേരിട്ട് അഭിമുഖീകരിച്ച് ജയിച്ചു പുറത്തു വരാൻ സാധിക്കും. You shout hallelujah. മനസ്സിലായവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാല്. Bigger hallelujah. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. Baroda hallelujah. ഒരു ബറോഡ hallelujah. So it's in prayer that we can hand over all our burdens to the hands of Jesus. ഓർക്കുക, പ്രാർത്ഥനയിലൂടെ നമ്മുടെ സകല ഭാരങ്ങളും നമുക്ക് യേശുവിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. When we pray, നാം പ്രാർത്ഥിക്കുമ്പോൾ sometimes even without our knowledge, all the burdens will be transferred to the hands of Jesus. ഓർക്കുക, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ അറിവൊന്നും കൂടാതെ നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ ശരിയായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ വേദനകൾ മുഴുവൻ യേശുവിലേക്ക് പോകാൻ തുടങ്ങും. I know one thing tonight. ഇന്ന് രാത്രി എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും. As you are in this prayer meeting, നിങ്ങൾ ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ ആയിരിക്കുന്ന പോലെ already the burdens are gone to Jesus. ഇപ്പോൾ തന്നെ സകല ഭാരങ്ങളും യേശു കർത്താവിലേക്ക് ഇതാ പോയി കഴിഞ്ഞിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. This is because in Matthew 11 verse number 28. അതാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനത്തിൽ പറയുന്നത്. Jesus is giving an open invitation to all the people in all the generations. ഇതാ യേശു കർത്താവ് എല്ലാ ആളുകൾക്കും, ലോകത്തിലെ സകല മനുഷ്യർക്കും, എല്ലാ തലമുറകൾക്കുമുള്ള ഒരു വലിയ ക്ഷണപത്രം നൽകുകയാണ്. Jesus says, come to me, യേശു പറയുന്നു, എന്റെ അടുക്കിലേക്ക് വരുവീൻ, all who are weary and burdened, I will give you rest. അവിടെ എഴുതിയിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. Hallelujah. Hallelujah. Jesus is doing this in every generation. യേശു കർത്താവ് ഇത് ഓരോ തലമുറ കഴിയുന്തോറും അടുത്ത തലമുറയിൽ അവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. Psalm 55 verse number 22 says, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തിൽ, cast your burdens, all your cares on the Lord and he will sustain you. അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. He will never let the righteous be shaken. നീതിമാൻ വീണു പോകുവാൻ അവൻ ഒരു നാളും ഇടവരുത്തുകയില്ല. Hallelujah. Hallelujah. Some of you are troubled in your heart. ചില ആളുകൾ ഹൃദയത്തിൽ വളരെ വേദനകളിലൂടെ പോകുന്നവരാണ്. Some of you do not know what decisions to take. ചിലരാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാത്തവരായിട്ടുണ്ട്. But there is a good news. എന്നാൽ ഇതാ ഒരു നല്ല വാർത്തയുണ്ട്. Jesus says, യേശു പറയുന്നു, I will pour out my spirit on you. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ആക്കി വെക്കുന്നു. And when he comes, അവൻ വരുമ്പോൾ, he will lead you through all truths. ഈ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. That means
He will be your driver. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഡ്രൈവർ എന്നുള്ളത് ഈ ആത്മാവായിരിക്കും. He will be a leader and guide. അദ്ദേഹം നിങ്ങളുടെ നേതാവായിരിക്കും, നിങ്ങളുടെ വഴികാട്ടിയായിരിക്കും. You have nothing to worry. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ട അവസ്ഥയില്ല. The Holy Spirit knows the right way. പരിശുദ്ധാത്മാവിന് ശരിയായ വഴി ഏതാണെന്ന് നല്ല തിട്ടമുണ്ട്. Till you reach the Father's house, He knows the way. ഓർക്കുക, നിങ്ങൾ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരും വരെ നിങ്ങളുടെ ഭാവിയിലുള്ള നല്ല വഴികൾ ഏതൊക്കെയാണെന്ന് പരിശുദ്ധാത്മാവിന് നന്നായിട്ടറിയാം. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? The Holy Spirit came from the Father's house. പരിശുദ്ധാത്മ വന്നത് പിതാവിൽ നിന്നാണ്. Because He came from heaven, He knows how to go back to heaven. ഓർക്കുക, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മ വന്നിറങ്ങിയതുകൊണ്ട് നമ്മെ സ്വർഗത്തിൽ വഴിതെറ്റാതെ എത്തിക്കാനും പരിശുദ്ധാത്മാവിന് സാധിക്കും. Can you shout hallelujah? മനസ്സിലായവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. How many of you will pray, Lord, tonight I want your Holy Spirit? ഇന്ന് രാത്രിയിൽ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രി എനിക്ക് അങ്ങേ വേണം. Hallelujah. ഹല്ലേലൂയ. The very first night I ever attended a meeting like this, the Lord gave me His Spirit. ഓർക്കുക, ഞാൻ ആദ്യമായി അറ്റൻഡ് ചെയ്ത ഒരു മീറ്റിംഗിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ കർത്താവ് എന്നെ നിറച്ചു. Hallelujah. ഹല്ലേലൂയ. And that Spirit is upon me even today in a greater measure. ഇന്ന് രാത്രിയിലും അതേ ആത്മാവ് അധികം ശക്തിയോടെ എൻ്റെ കൂടെയുണ്ട്. I know one thing, the Holy Spirit comes to your life not to go back, but to train you, but to strengthen you and to lead you. ഓർക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ പിന്നീട് അവൻ തിരിച്ചു പോകുന്നില്ല, മറിച്ച് നിങ്ങളുടെ അകത്ത് അവൻ വസിച്ച് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനുള്ള പരിശീലനങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. Lift up both of your hands. നിങ്ങളുടെ രണ്ട് കൈകളും ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചാൽ Close your eyes and pray, Lord, fill me with your Spirit tonight. എന്നിട്ട് ഇന്ന് രാത്രി കണ്ണുകൾ രണ്ടും ഒന്ന് ചേർത്തടച്ചേ, എന്നിട്ട് പറഞ്ഞ്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Even if I don't get anything else, Lord, I want your Holy Spirit. കർത്താവിനോട് പറഞ്ഞേ, കർത്താവ് എൻ്റെ പ്രാർത്ഥന പലതിനും മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് കിട്ടിയാൽ മതി. I need your Holy Spirit, Lord. കർത്താവേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. The കർത്താവേ, Holy Spirit is God Himself. പരിശുദ്ധാത്മാവ് എന്നുള്ളത് ദൈവം തന്നെയാണ്. When the Holy Spirit comes, God is coming into your heart. ഓർക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ ദൈവം തമ്പുരാൻ തന്നെയാണ് നിങ്ങളുടെ അകത്തേക്ക് വരുന്നത്. He can bring heaven into your heart. അവന് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് സ്വർഗരാജ്യത്തെ കൊണ്ടുവരാൻ സാധിക്കും. Cry out to the Lord, Lord, fill me with your Spirit രണ്ട് tonight. കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞ്, യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിലേക്ക് ഇറങ്ങി വരണമേ. Some people have a misunderstanding. ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. Will God give me Holy Spirit? I am not that holy. പരിശുദ്ധാത്മാവിനെയൊക്കെ ദൈവം തമ്പുരാൻ എനിക്ക് നൽകുമോ? പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിക്കാനുള്ള വിശുദ്ധിയൊന്നും എനിക്കില്ല. There are so many shortcomings and mistakes in my life. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബലഹീനതകളും ഒത്തിരി അബദ്ധങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. If you are already holy, why should the Holy Spirit come to you to make you holy? എനിക്കിന്ന് രാത്രി നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വലിയ വിശുദ്ധന്മാരാണെങ്കിൽ പിന്നെ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിനെ പിന്നെ എന്തിനാ നിങ്ങൾക്ക് തരുന്നത്? The Holy Spirit comes to make you holy. ഓർക്കുക, പരിശുദ്ധാത്മാ വരുന്നത് നിങ്ങളെ പരിശുദ്ധിയുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. Even Jesus came, before Jesus came into this world many centuries back, there was a prophet called Joel. യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുൻപ് യോവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. He prophesied, അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചു, in the last days I will pour out my spirit upon all flesh. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ
ആത്മാവിനെ പകരും. Especially not the phrase all flesh. അവിടെ പ്രത്യേകമായ ആ വാക്ക് പദപ്രയോഗം ശ്രദ്ധിക്കുക, സകല ജഡത്തിന്റെ മേലും. That means upon all human beings living on earth are eligible candidate to receive the Holy Spirit today. അതിന്റെ അർത്ഥം ഇതാണ്, ഭൂമണ്ഡലത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ യോഗ്യത നേടിയിട്ടുള്ളവരാണ്. Can you say amen? അതിനൊരു കൈ ഉയർത്തിയിട്ട് ഒരു ആമേൻ പറയാമോ? Whether it is a male flesh or a female flesh, the Lord will pour out His Spirit. ഓർക്കുക, അതൊരു പുരുഷ ശരീരമായിക്കൊള്ളട്ടെ, ഒരു സ്ത്രീ ശരീരമായിക്കൊള്ളട്ടെ, ഏത് ശരീരമാണെങ്കിലും പരിശുദ്ധാത്മാവിനെ ദൈവം തമ്പുരാൻ അവരിലേക്ക് പകരും. Black or white, the Lord is ready to pour out His Spirit. കറുമ്പനാകട്ടെ വെളുമ്പനാകട്ടെ ആർക്കും പരിശുദ്ധാത്മാവിനെ അവൻ പകരുകയാണ്. Yellow or red, no problem, the Lord will pour out His Spirit. ഓർക്കുക, ചുവന്നവനാകട്ടെ പീതവർണ്ണമുള്ളവനാകട്ടെ ആരുടെ മേലും അവൻ പരിശുദ്ധാത്മാവിനെ പകരുന്നു. Even upon your children I will pour out my Spirit. എന്തിനവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ മക്കളുടെ മേൽ പോലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. Even the old people will receive the Holy Spirit. അവിടെ എഴുതിയിരിക്കുന്നു, പഴയ അല്ലെങ്കിൽ പ്രായം ചെന്നവർ പോലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. Hallelujah. Hallelujah. That means everyone is included in the general outpouring in the last days. അതിന്റെ അർത്ഥം ഇതാണ്, പരിശുദ്ധാത്മാവിന്റെ പൊതുവിലുള്ള പകർച്ചയിൽ എല്ലാ ജഡത്തെയും എല്ലാ വിഭാഗക്കാരെയും എല്ലാ തലമുറയും ദൈവം തമ്പുരാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. Hallelujah. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. But Jesus said one thing. എന്നാൽ യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞു, If you are thirsty, come to me. നിങ്ങൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ, ദാഹമുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരുവേൻ. Even if there is a pond full of water and if you are not thirsty, you will not drink a drop. ഓർക്കുക, ഒരു വലിയ കുളം നിറയെ വെള്ളമുണ്ടെങ്കിലും നിങ്ങൾക്ക് ദാഹമില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ കുടിക്കില്ല. Hallelujah. ഹല്ലേലൂയ. But if you are thirsty, നിങ്ങൾ പക്ഷേ ദാഹമുള്ളവരാണ്, Jesus is ready to fill you. യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ ശക്തിയുള്ളവനാണ്. Hallelujah. ഹല്ലേലൂയ. And then Jesus said, if you believe, come to me, I will fill you. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ നിറയ്ക്കാം. സിസ്റ്റർ, ഈ സഹോദരിയുടെ പേര് എലിസബത്ത് എന്നാണ്, പുതുവൈപ്പിൽ നിന്നാണ് വരുന്നത്. സഹോദരിക്ക് ഏതാണ്ട് ഒരു വർഷമായിട്ട് ഒരു രോഗം ഉണ്ടായിരുന്നു. സാധാരണ സ്ത്രീകൾക്ക് വരാറുള്ളത് പോലെ പീരിയഡ് ഈ സഹോദരിക്ക് വന്നുകൊണ്ടിരുന്നത് 10 ദിവസം കൂടുമ്പോഴായിരുന്നു. ഓരോ 10 ദിവസം കൂടുമ്പോഴും സഹോദരിക്ക് ബ്ലീഡിംഗ് ഉണ്ടാവും. ആ ബ്ലീഡിംഗ് ഏകദേശം 6 ദിവസത്തോളം നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടാവും. വീണ്ടും 6 ദിവസത്തോളം അതങ്ങനെ വരുമായിരുന്നു. ഇതിങ്ങനെ തുടർമാനമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 2013 അവസാനം ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ കാലയളവ് വന്നപ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ രക്തത്തിൻ്റെ ഒഴുക്ക് കൂടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ സഹോദരിക്ക് വലിയ ക്ഷീണമായിരുന്നു. ഒരു വർഷത്തോളം യാത്ര ചെയ്യാനോ ഏതെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ നല്ല രീതിയിൽ ജോലി ചെയ്യാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. ഇത് രോഗം വരുമ്പോൾ വലിയ ക്ഷീണമായിരുന്നു. സഹോദരിക്ക് ഈ ബ്ലീഡിങ്ങിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഭയം ഉണ്ടായിരുന്നു. ഇത് മറ്റേതെങ്കിലും രോഗത്താൽ വരുന്നതാണോ, യൂട്രസിന് എന്തെങ്കിലും പ്രോബ്ലം ആണോ, അങ്ങനെയുള്ളൊരു ഭാരം അകത്തുണ്ടായിരുന്നു. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം റെഗുലറായിട്ട് കാണാറുണ്ടായിരുന്നു. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥനാ സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരു സഹോദരി ഹൃദയത്തിൽ ഭാരവുമായിട്ട് ഇരിപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന് രോഗം ബ്ലീഡിംഗ് ആണ്. മറ്റും ഏതെങ്കിലും രോഗത്തിൻ്റെ കാരണങ്ങളാൽ ഈ ബ്ലീഡിങ് വരുന്നതാണോ എന്ന് വ്യസനിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സഹോദരിയുണ്ട്. എന്നാൽ ആ സഹോദരിയുടെ ബ്ലീഡിങ് യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. ഇത് മറ്റൊരു രോഗത്താൽ ഉള്ളതല്ല, ഈ രോഗം യേശു എടുത്തു മാറ്റുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ ഈ സഹോദരി പറഞ്ഞു വെച്ചാൽ, എൻ്റെ ഉച്ച മുതൽ താഴേക്ക് എന്തോ ഒരു ഉന്മേഷം വരുന്നത് പോലെ, അതുവരയ്ക്കും ക്ഷീണമായിരുന്നു, എനിക്ക് എഴുന്നേറ്റ് നിരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, ഒരു ഉന്മേഷം വരുന്നത് പോലെ ഞാൻ ഫീൽ ചെയ്തു. സഹോദരി പറഞ്ഞു, അന്ന് മുതൽ
ഇന്ന് വരെ ഏകദേശം ജനുവരി ആദ്യത്തെ ആഴ്ചയിലായിരുന്നു ഡാമിയൻ ബ്രദർ വിളിച്ചു പറഞ്ഞത്. ഇതിപ്പോൾ ഫെബ്രുവരി 3-ാമത്തെ ആഴ്ചയിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും യേശു കർത്താവ് അത് സൗഖ്യമാക്കി. സഹോദരി പറഞ്ഞാൽ ഞാനും എൻ്റെ ഭർത്താവും ഇന്ന് ആദ്യമായിട്ടാണ് ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് ഇവിടെ കടന്നു വരുന്നത്. ഓ ശരി, ഇന്ന് ആദ്യമായിട്ടാണ്. ഹസ്ബൻഡ് ഇവിടെയുണ്ടോ? എവിടെയുണ്ട് ഹസ്ബൻഡ്? ഒന്ന് ഇദ്ദേഹമാണ്. പറയുന്നതെല്ലാം ശരിയാണോ ചേട്ടാ? പൂർണ്ണമായിട്ടോ? ശരിയാണ്. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്യണം. വെളുപ്പിനെ ഇവർക്ക് എഴുന്നേക്കാൻ ചോറൊക്കെ കെട്ടണ്ടേ, എന്നാലും ഞാൻ തന്നെ ചെയ്യും. ക്ഷീണം കൊണ്ടാണെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തളർന്ന് മാറി കിടക്കും എവിടെയെങ്കിലും. അപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥനയുടെ സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ വേഗുലപ്പെട്ടിരിക്കണമായിരുന്നു. എന്തെങ്കിലും അസുഖമാണോ, ഇത് സ്കാൻ ചെയ്യാൻ പോകണം എന്താണെന്നൊക്കെയുള്ള ഓർത്തിലിരിക്കണമായിരുന്നു. അപ്പോഴാണ് ബ്രദർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വിശ്വാസമായി എൻ്റെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ച്. പക്ഷേ അന്ന് ആ നിമിഷം കൊണ്ട് എനിക്ക് സന്തോഷം, എനിക്ക് മനസ്സിനങ്ങോട്ട് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. ശരീരത്തിൻ്റെ ക്ഷീണം എടുത്തങ്ങോട്ട് മാറ്റി. പിന്നീട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു ഇതാ വന്നിട്ടില്ല ഇതുവരെ എനിക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സഹോദരിമാർക്ക് ഈ വിഷമം നന്നായിട്ട് മനസ്സിലാകും. ഇത്രയും വലിയ ഒരു ബ്ലീഡിങ്ങിൽ നിന്ന് ഈ സഹോദരിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഈ മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നീ കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായി നന്ദി, ഈ വലിയ വിടുതലിനായി നന്ദി. അങ്ങയുടെ വലിയ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവേ മകളുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ് മാനിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകളെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലോ? ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവെ, ഈ സമയത്ത് ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂവർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ദുഃഖകരമായ അനുഭവങ്ങൾ, കർത്താവെ, പ്രയാസങ്ങൾ, അവരനുഭവിക്കുന്ന കഷ്ടതകൾ, രോഗങ്ങൾ, ഇതിലെല്ലാം ആശ്വാസമായി കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്നതിനാൽ ഈ സമയത്ത് നന്ദി പറയുന്നു. ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, ഒരുപക്ഷെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാകാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കിഡ്നികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിടുതലുകൾ കർത്താവ് ഓരോ വ്യക്തികളിലും നൽകുന്നതിനാൽ നന്ദി പറയുന്നു. നട്ടെല്ല് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിടുതൽ കർത്താവ് നൽകണമേ. വിവിധ രീതിയിലുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. കരങ്ങൾ ഈ TV സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ഉള്ളിൽ വിശ്വസിച്ച് ഈ സമയത്ത് അത് സ്വീകരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, യു ആർ എ ഗോഡ് ഓഫ് മിറക്കിൾസ്. അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നടക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഹരിപ്പാട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ നടക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്കിതുവരെ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ
സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. അതുപോലെ പ്രത്യേകമായ ദൈവിക സന്ദേശങ്ങളുടെ DVD-കൾ, MP3 ഫോർമാറ്റിലുള്ള CD-കൾ, ഇതൊക്കെയും ആവശ്യമുള്ളവർക്ക് തപാൽ മാർഗം ലഭിക്കുന്നതാണ്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ കഴിയും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏത് രാജാവിന്റെ കപ്പലുകളാണ് ഉടഞ്ഞുപോയത്? വിച്ച് കിങ് ഷിപ്സ് വെർ wrecked? ഓപ്ഷൻസ്: എ സലോമോൻ, ബി യെരോബയാം, സി രെഹബയാം, ഡി യഹോശഫാത്ത്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.